ഹായ് പ്യാരെ വെച്ചോ, വളരെ വേഗത്തിൽ നമുക്ക് 4 മാർക്ക് നേടിയാലോ? യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് നോക്കാം, എന്താണ് ആ ചോദ്യം? ഗാവോं കാ മൻസിർ ബയാൻ കീജിയെ, അതേപോലെ ഷഹർ കാ മൻസിർ ബയാൻ കീജിയെ. അപ്പൊ നമുക്കറിയാം, ഗാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രാമമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഷെഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? പട്ടണം. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുവിധം പരീക്ഷയിലൊക്കെ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ചോദ്യത്തിന് ഉത്തരം മനസ്സിലാക്കാം. അപ്പൊ ഗ്രാമവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം, മേര ഗാവ് ബഹുത് ഖൂബ്സൂരത് ഹെ. ഗ്രാമം എന്താണ്? എപ്പോഴും വളരെ ഭംഗിയുള്ളതായിരിക്കും, അല്ലെ, പച്ചപ്പ് നിറഞ്ഞതായിരിക്കും. യഹാം അക്സർ ലോഗ് കിസാൻ ഹൈ. ഇവിടുത്തെ കൂടുതൽ ആളുകൾ എന്താണ്? കിസാൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ കർഷകരാണ്. മേരെ ഗാവോ മേ ഗേത്ത്. എൻ്റെ ഗ്രാമത്തിൽ എന്തുണ്ട്? ഗേത്ത് വയല്, താലാബ് കുളം, അതേപോലെ അരുവികളും തോടുകളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. യഹാം കി ആബ് വ ഹവാ സാഫ്. അതായത് കാലാവസ്ഥ വളരെ എന്താണ്? ഗ്രാമത്തിൽ വളരെയധികം അടിപൊളിയായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. പിന്നെ നമുക്ക് അതേപോലെ പട്ടണവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ ഷെഹർമേ ആബാദി ഹൈ, അല്ലേ? ഷെഹർ എന്താണ്? ഒരുപാട് ആളുകൾ പട്ടണത്തിലുണ്ട്. ചെഹൽ പഹൽ ഹെ, തിക്കും തിരക്കാണ്. ഗാഡിയോക്കി തഴതാത് ജ്യാദാ ഹെ. പട്ടണത്തിൽ എന്താണ്? വാഹനങ്ങളുടെ എണ്ണം, തഴതാത് എന്ന് പറഞ്ഞാൽ എണ്ണാണ്, അത് വളരെയധികം കൂടുതലായിരിക്കും പട്ടണത്തിൽ. ആബു ഹവ സാഫ് നഹി ഹെ. കാലാവസ്ഥ അത്രക്ക് നമ്മുടെ ഗ്രാമത്തിലുള്ളതുപോലെ അത്ര സെറ്റല്ല, അല്ലേ? അതേപോലെ ആലൂദ് കീസെ ബിരാഹോവാഹെ, അല്ലേ? അതേപോലെ മലിനീകരണം നിറഞ്ഞതാണ്. പട്ടണത്തിൽ എന്താണ്? മുക്കിലും മൂലയിലൊക്കെ ചിലപ്പോൾ മലിനീകരണം, അല്ലേ? ചപ്പുചവറുകളും അതേപോലെ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ പട്ടണത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഗ്രാമത്തിൽ എന്താണ്? വളരെ കുറവാണ്. അപ്പോൾ ഗ്രാമവുമായി ബന്ധപ്പെട്ടും പട്ടണവുമായി ബന്ധപ്പെട്ട് നമുക്ക് തരംതിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വളരെ ലളിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാമമായാലും പട്ടണമായാലും അതിൻ്റെ മാർക്ക് മുഴുവൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്ത്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.